Hello students, in my last video we have learned the classification of D block elements. We know the D block elements are classified into 4 transition series. First transition series or 3D series, second transition series or 4D series, third transition series or 5D series, and fourth transition series or 6D series. Today I am going to discuss some important general properties of D block elements. Okay, the general properties of D block elements. Yes, first one, atomic and ionic radii. Okay, we know the atomic radius is the, distance between the nucleus, the center of the nucleus and outermost electron. Okay, and we know the atomic radii decreases as we move from left to right in a period. അപ്പോൾ ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റോമിക് റേഡിയസ് അതുപോലെ അയോണിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നു എന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ആറ്റോമിക് റേഡിയസ് എസ് ബ്ലോക്ക് എലമെൻസിനേക്കാൾ കുറവായിരിക്കും, പി ബ്ലോക്ക് എലമെൻസിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ആറ്റോമിക് റേഡിയസ് എസ് ബ്ലോക്കിനും പി ബ്ലോക്കിനും, എസ് ബ്ലോക്ക് എലമെൻസിനും പി ബ്ലോക്ക് എലമെൻസിനും ഇടയിലാണ്. ദ ആറ്റോമിക് റേഡിയൈ ഓഫ് D block metals lie between S and P block elements. ഇതാണ് ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. അതിന് മുമ്പേ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആറ്റോമിക് റേഡിയസിലുണ്ടാകുന്ന വേരിയേഷൻ നമ്മൾ പറയുന്നത്. നമുക്കറിയാം ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ്, അതിലെ ഫസ്റ്റ് എലമെൻറ്റ് സ്കാൻഡിയം ആണ്. ആറ്റോമിക് നമ്പർ ഈസ് 21. ഇറ്റ്സ് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 3D1,4s2. നെക്സ്റ്റ് ടൈറ്റാനിയം, ആറ്റോമിക് നമ്പർ 22, the configuration 3D2,4s2. Next vanadium, atomic number 23, 3D3,4s2 is the outer configuration. Chromium, atomic number 24, 3D5,4s1. Manganese, atomic number 25, 3D5,4s2. Iron, Fe, atomic number 26, 3D6,4s2. Cobalt, atomic number 27, 3D7,4s2 is the outer configuration. The nickel, atomic number 28, 3D8,4s2. Copper, atomic number 29, 3D10,4s1. Zinc, atomic number 30, 3D10,4s2. ഇതാണ് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നോക്കുക, ഇവിടെ ഒരു ട്രെൻഡ് ഇങ്ങനെയാണ്. പ്ലീസ് ലിസൺ. ദ ആറ്റോമിക് റേഡിയൈ ഓഫ് D block elements decreases with increase in atomic number, but the decrease in atomic radii become small after midway.
അപ്പോൾ ഒരു ട്രാൻസിഷൻ സീരീസിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ ഒരു പകുതിക്ക് ശേഷം ആഫ്റ്റർ മിഡ് വേ ദ ആറ്റോമിക് റേഡിയസ് ഓൾമോസ്റ്റ് റിമെയിൻ അൺചേഞ്ച്. ആറ്റോമിക് റേഡിയസിൽ വലിയ മാറ്റമില്ല, അല്ലെങ്കിൽ ആറ്റോമിക് റേഡിയസിലുള്ള ആ ഡിക്രീസിൻ്റെ അളവ് വളരെ കുറവാണ്. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കുക, അറ്റ് ദ എൻഡ് ഓഫ് ദ സീരീസിൽ അവസാനം എത്തുമ്പോൾ കോപ്പർ സിംഗിൾ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം ദർ ഈസ് എ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ ദ ആറ്റോമിക് റേഡിയസ്. ആറ്റോമിക് റേഡിയസ് ചെറിയൊരു വർധനവ് കാണാം. അപ്പോൾ ഇൻ ദ ബിഗിനിങ് ആറ്റോമിക് റേഡിയസ് ഡിക്രീസ്, ആദ്യം ആറ്റോമിക് റേഡിയസ് കുറഞ്ഞു. ഓക്കെ, ഒരു മിഡ് വേക്ക് ശേഷം, പകുതിക്ക് ശേഷം ആറ്റോമിക് റേഡിയസിലുണ്ടാകുന്ന വേരിയേഷൻ വളരെ കുറവാണ്. പിന്നെ സീരീസിൻ്റെ എൻഡിലെത്തിയപ്പോൾ, അവസാനം എത്തിയപ്പോൾ നിങ്ങൾക്ക് ആറ്റോമിക് റേഡിയസിൽ ചെറിയൊരു ഇൻക്രീസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. യെസ്, ഇതിൻ്റെ റീസണാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. യെസ്, ഫസ്റ്റ് ഇൻ ദ ബിഗിനിങ് ആറ്റോമിക് റേഡിയ ഡിക്രീസസ്. അല്ലെ, ബിഗിനിങ് നോക്കുക, ആറ്റോമിക് റേഡിയസ് ഇൻ പൈക്കോമീറ്റർ. സ്കാൻഡിയം that radius is 146, titanium 132, vanadium 122, chromium 170. അപ്പോൾ ഏകദേശം ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, എന്താണ് ആറ്റോമിക് റേഡിയസിൽ ഒരു ഡിക്രീസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നു. യെസ്, എന്താണ് കാരണം ഇവിടെ നോക്കുക, ഇന്നർ ഷെല്ല് സബ്ഷെല്ലാണ് 3D1 ക്വാളിഫിക്കേഷൻ നോക്കുക, സ്കാൻ ചെയ്ത് 3D1, ടൈറ്റാനിയം 3D2, വെനേഡിയം 3D3. ദാറ്റ് മീൻസ് യെസ്, ഇവിടെ എന്താണ് 3Dയിലുള്ള N-1Dയിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം വളരെ കുറവാണ്, 1, 2, 3. അതുകൊണ്ട് തന്നെ ഇവിടെ ഷീൽഡിംഗ് എഫക്റ്റ്, ഡി ഇലക്ട്രോൺ മൂലമുണ്ടാകുന്ന ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് അത് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആറ്റോമിക് നമ്പർ ഇൻക്രീസസ്, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്, then yes, the net attraction between the nucleus and outermost electron increases and hence atomic radii decreases. അപ്പോൾ പോയിന്റ് ഇതാണ്, ബിഗിനിങ്ങിൽ എന്താണ് ഡി ഇലക്ട്രോൺസ് മൂലമുണ്ടാകുന്ന സ്ക്രീനിങ് എഫക്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ ന്യൂക്ലിയസും ഔട്ടർ ഇലക്ട്രോണും മീൻസ് ഇവിടെ ഫോറസിലുള്ള ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കൂടുന്നു. അപ്പോൾ ദ ഇലക്ട്രോൺ ക്ലൗഡ്, ഔട്ടർ ഇലക്ട്രോൺ ക്ലൗഡ് പുൾഡ് ടുവേഴ്സ് ദ ന്യൂക്ലിയസ്, അത് ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് ഔട്ടർ ഇലക്ട്രോൺ ക്ലൗഡ് പുൾ ചെയ്യപ്പെടുന്നു. ദെൻ ദ സൈസ് decreases. Okay, please listen. In the beginning, shielding effect of d electron is small. Then the attraction between the nucleus and outermost electron increases, hence atomic radii decreases. Okay, main point. Look, in the beginning atomic radii decreases. Reason, screening effect of d electron is small. Then the net attraction between the nucleus and outermost electron increases, the atomic radius decreases. But after, next point, after midway, decrease in atomic radii become very small. Yes, കാരണം ഇപ്പോൾ ഏകദേശം ഈ ക്രോമിയത്തിന് ശേഷം അല്ലേ, ക്രോമിയം 3D5, മാംഗനീസ് 3D5 കോൺഫിഗറേഷൻ, അയൺ 3D6, കോബാൾട്ട് 3D7, നിക്കൽ 3D8. അപ്പോൾ എന്താണ്, യെസ്, ഇവിടെ ഡിയിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്തു. യെസ്, വെൻ ദ നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺ ഇൻക്രീസസ്, the shielding effect due to the d electron also increases. Okay, this increased shielding effect neutralize the effect of increase in nuclear charge due to increase in atomic number. അപ്പോൾ ഒരു പകുതിക്ക് ശേഷം ഓക്കെ ഇവിടെ N-1D, അതായത് ഇവിടെ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് 3Dയിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നു. അപ്പോൾ ഷീൽഡിംഗ് എഫക്റ്റ് കൂടുന്നു.
ഈ ഷീൽഡിംഗ് എഫക്റ്റ് കൂടുമ്പോൾ അവിടെ സ്വാഭാവികമായും ആ ഷീൽഡിംഗ് എഫക്റ്റിലെ ഇൻക്രീസ് അവിടെ ആറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസ് മൂലമുണ്ടാകുന്ന ന്യൂക്ലിയർ ചാർജിൻ്റെ ആ ഇൻക്രീസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ന്യൂട്രലൈസ് ചെയ്യുന്നു. അപ്പോൾ ന്യൂക്ലിയർ ചാർജിൻ്റെ ആ ഇൻക്രീസ് അതുപോലെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്നില്ല. Then there is no considerable change in the atomic radius. Then please listen. Yes, after midway, yes, as the number of d electron increases, the shielding effect increases. This neutralized the effect of increased nuclear charge due to increase in atomic number. As a result, atomic radius almost unchanged. Then next, at the end of the series, copperlum single എത്തുമ്പോൾ you can observe a slight increase in the atomic radii. ആറ്റോമിക് റേഡിയസിൽ ചെറിയ ഒരു വർധനവ് നിങ്ങൾക്ക് കാണാം. What is the reason for this slight increase in the atomic radius? നോക്കുക, കോപ്പറിലെ ഡിയിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്, സിങ്കിലെ ഡിയിലും 10 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡി orbitals are completely filled. The electron density in the d orbital, is maximum. Then, yes, in the case of copper and zinc, we can observe a strong electron repulsion. Due to the strong electron repulsion, electron cloud expands and atomic radius increases. Then please listen. At the end of the series, atomic size increases after chromium. Then this is due to the increased electron repulsion in the same d subshell, which exceeds the attractive force. The attractive force due to the increased nuclear charge. Therefore, electron cloud expands and size increases. അപ്പോൾ അവിടെ അല്ലേ ഒരു ട്രാൻസിഷൻ സീരീസിൻ്റെ എൻഡിലെത്തുമ്പോൾ അവസാനം എത്തുമ്പോൾ ആറ്റോമിക് റേഡിയസിൽ ഒരു ചെറിയ ഒരു ഇൻക്രീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് കാരണം ഇതാണ്, അവിടെ അവിടെയുള്ള എലമെൻസിൻ്റെ ഔട്ടർ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ D10 ആണ്. മീൻസ് അവിടെ ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്. ആ കാരണം കൊണ്ട് തന്നെ അവിടെ സ്ട്രോങ് ഇലക്ട്രോൺ റിപ്പൽഷൻ ഉണ്ട്. ഇതാണ് ഇവിടെ ഈ ആറ്റോമിക് റേഡിയസ് സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ടാകാനുള്ള കാരണം. നെക്സ്റ്റ് പ്രോപ്പർട്ടി, variation of ionization enthalpy as we move from left to right in a transition series. What is meant by ionization enthalpy? We know ionization enthalpy is the minimum amount of energy required to remove the most loosely bonded electron from an isolated gaseous atom. അപ്പോൾ ഒരു ഐസോലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റത്തിലെ ഏറ്റവും ലൂസ്ലി ബോണ്ടഡ് ആയ മീൻസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി. Then please listen. The first ionization enthalpy, IE1, of d block elements are higher than that of s block elements but lesser than that of p block elements. Already we know, as we move from left to right in a period, the effective nuclear charge increases, then the ionization enthalpy decreases. Then the first ionization enthalpy means
the amount of energy required to remove the first loosely bonded electron from an atom. That is called the first ionization enthalpy. ഒരു ആറ്റത്തിലെ ഒന്നാമത്തെ ലൂസ്ലി ബോണ്ടഡ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എസ് ബ്ലോക്ക് എലമെന്റ്സിനേക്കാൾ കൂടുതലാണ്, ഹയർ ആണ്, പക്ഷെ പി ബ്ലോക്ക് എലമെന്റ്സിനേക്കാൾ കുറവാണ്. Yes. Then next important point, the ionization enthalpy increases as we move. Please listen. The I1, first ionization enthalpy in kilojoule per mole, increases as we move across each series, but the variation is not quite regularly. ഇപ്പോൾ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? കുറയുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കുറയുന്നു. പക്ഷേ ഈ വേരിയേഷൻ എങ്ങനെയാണ്? ദി വേരിയേഷൻ ഈസ് ക്വൈറ്റ് സ്ലോലി. ഓക്കെ, സ്ലോ വേരിയേഷൻ മാത്രമാണ് നിങ്ങൾക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, യെസ്, എ സ്ലോ വേരിയേഷൻ. ഓക്കെ, എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ ഞാൻ ആറ്റോമിക് റേഡിയസിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് ഡി ഇലക്ട്രോൺ തന്നെയാണ് ഈ ഈ സ്ലോ വേരിയേഷനുള്ള കാരണം. പ്ലീസ് ലിസൺ. ദ ഇൻക്രീസ് ഇൻ അയനൈസേഷൻ എൻതാൽപ്പി along a given transition series due to the effect of increased nuclear charge, which attracts the outer electrons towards the nucleus with great force. അപ്പോൾ ഇവിടെ അയനൈസേഷൻ എൻതാൽപ്പി ആദ്യം ഡിക്രീസ് ചെയ്യാനുള്ള കാരണം നമുക്കറിയാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ, ട്രാൻസിഷൻ സീരീസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ന്യൂക്ലിയസ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്റ്റ് ചെയ്യുന്നു. ദെൻ ദ പെർട്ടിക്കുലർ ഇലക്ട്രോൺ ക്ലൗഡ് എറൗണ്ട് ദ ന്യൂക്ലിയസ് കോൺട്രാക്ട്സ്, അത് അടുത്തേക്ക് വരുന്നു. ദെൻ ആറ്റോമിക് റേഡിയസ് ഡിക്രീസസ്, ബട്ട് ദ വേരിയേഷൻ is quite slowly. Yes. നമുക്കറിയാം, as we move from left to right in a transition series, the number of electrons in n-1d orbitals increases. Then the shielding effect due to the n-1d electron increases as we move from left to right in a transition series. This increased shielding effect opposes or neutralize the increase in the effect of increase in nuclear charge due to increase in atomic number. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ n-1dയിലുള്ള ഇവിടെ 3dയിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നു, കൂടുന്നു. അപ്പോൾ n-1d ഇലക്ട്രോൺ മൂലമുണ്ടാകുന്ന ഷീൽഡിംഗ് എഫക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഈ ഇൻക്രീസ്ഡ് ഷീൽഡിംഗ് എഫക്റ്റ് ന്യൂക്ലിയർ ചാർജിൻ്റെ ഇൻക്രീസിനെ പാർഷ്യലി ന്യൂട്രലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓപ്പോസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ദെൻ ദ വേരിയേഷൻ ഇൻ അയനൈസേഷൻ എൻതാൽപ്പി quite slowly. We can observe a slow decrease in the ionization enthalpy. Okay. Next important point, chromium and copper have very high second ionization enthalpy, that is IE2, than those of neighbors. ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി എന്താണ്? തൊട്ടടുത്ത എലമെന്റിനേക്കാൾ വെരി ഹൈ ആണ്. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ്? വെനേഡിയത്തിന്റെ സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പിയേക്കാൾ വെരി ഹൈ ആണ് ക്രോമിയത്തിൻ്റെത്.
അതുപോലെ നിക്കലിൻ്റെ അയനൈസേഷൻ സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പിയേക്കാൾ വെരി ഹൈ ആണ് കോപ്പറിൻ്റേത്. ഓക്കെ, അപ്പോൾ then what is meant by second ionization enthalpy? It is the amount of energy required to remove the second loosely bonded electron from an isolated gaseous atom. അപ്പോൾ ഒരു ഐസോലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റത്തിലെ രണ്ടാമത്തെ ലൂസ്ലി ബോണ്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ് സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക. ക്രോമിയം ഇറ്റ്സ് ഔട്ടർമോസ്റ്റ് കോൺഫിഗറേഷൻ 3d5 നമുക്കറിയാം. കോപ്പർ 3d10 ആണ്. ആഫ്റ്റർ ദ ലോസ് ഓഫ് one electron from the 4s subshell, chromium atom acquires the stable half-filled 3d5 electronic configuration, and after the loss of one electron from the 4s subshell, copper atom acquires the completely filled d10 configuration. Okay, that means after the loss of first electron, chromium and copper acquire a stable electronic configuration, and the removal of the second electron from this d5 and d10 configuration disrupts its stability. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലൂസ്ലി ബോണ്ട് ഇലക്ട്രോണിനെ ഇനി റിമൂവ് ചെയ്യുന്നത് സ്റ്റേബിൾ ആയ d5 നിന്നും d10 നിന്നുമാണ്. അതിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ ഒന്നുകൂടി ഞാൻ പറയാം, പ്ലീസ് ലിസൺ. Chromium and copper have very high second ionization enthalpy than those of neighbors because the stability of half-filled and completely filled set of d orbitals in chromium, that is 3d5, and copper, that is 3d10 respectively. After the loss of first electron, chromium and copper acquires a stable electronic configuration, and the removal of second electron disrupts its stability. Okay students, എൻ്റെ അടുത്ത വീഡിയോയിൽ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ജനറൽ പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗുഡ് ബൈ, സ്റ്റഡി വെൽ.